നമസ്കാരം, rareandrealന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഫാസ്ടാഗ്? നമ്മൾ ഈയിടെയായി കേൾക്കാൻ തുടങ്ങുന്ന ഒരു വാക്കാണ് ഫാസ്ടാഗ്. ഡിസംബർ 15 മുതൽ ടോൾ പ്ലാസകളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കെല്ലാം ഫാസ്ടാഗ് സംവിധാനം നിർബന്ധമായും വേണം. ഫാസ്ടാഗിലൂടെയായിരിക്കും ഇനിയുള്ള ടോൾ പിരിവ്. ഇതിനായി നമ്മൾ ടോൾ പ്ലാസയിലെ ജീവനക്കാരന് പണം നൽകേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് ഫാസ്ടാഗ് എന്ന് ഇനിയും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി വീഡിയോ ഷെയർ ചെയ്യുക. എന്താണ് ഫാസ്ടാഗ്? ടോൾ പ്ലാസയിലെ ജീവനക്കാരന് പണം നൽകാതെ ഓട്ടോമാറ്റിക്കായി അക്കൗണ്ടിൽ നിന്നും പണം നൽകുന്ന സംവിധാനമാണ് ഫാസ്ടാഗ്. ഇതിനായി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ അഥവാ RFID എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനായി വാഹനങ്ങളുടെ വിൻഡ് സ്ക്രീനിൽ ഇലക്ട്രോണിക് ചിപ്പ് അടങ്ങിയ ടാഗ് പതിപ്പിച്ചിരിക്കണം. വാഹനത്തിൽ പതിപ്പിച്ചിരിക്കുന്ന ഫാസ്ടാഗിനെ RFID റീഡർ വഴി സ്കാൻ ചെയ്ത് അക്കൗണ്ടിലൂടെ പണമിടപാട് നടത്തുകയാണ് ചെയ്യുന്നത്. ഇതിനായി ഫാസ്ടാഗ് അക്കൗണ്ട് വാലറ്റിൽ മുൻകൂട്ടി പണം നിക്ഷേപിക്കണം. ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? സമയലാഭം, ഇന്ധനലാഭം, കടലാസ് രഹിത പേയ്മെന്റ് എന്നിവ ലഭ്യമാകുന്നു. ഇന്ത്യയിൽ ഏത് ടോൾ പ്ലാസകളിലും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ദേശീയപാത അതോറിറ്റി ഇത് നടപ്പിലാക്കിയത്. ടോൾ പ്ലാസയിലെ വാഹനങ്ങളുടെ കാത്തുനിൽപ്പ് ഒഴിവാക്കാം. പണം കയ്യിൽ കരുതേണ്ട. നമ്മുടെ പാലിയക്കര ടോൾ പ്ലാസയിൽ എത്രത്തോളം പ്രാബല്യത്തിലാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കേരളത്തിൽ ഏതൊക്കെ ടോൾ പ്ലാസകളിൽ ഇത് പ്രാവർത്തികമായി കാണും എന്നുള്ളതും അറിയില്ല. അത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇത് എങ്ങനെ ലഭ്യമാകും? വാഹനങ്ങളിൽ പതിപ്പിക്കുന്ന ഫാസ്ടാഗ് മുൻനിര ബാങ്കുകളിൽ നിന്നും ചെറിയ തുക നൽകി വാങ്ങാവുന്നതാണ്. 100 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വാലറ്റിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. സിൻഡിക്കേറ്റ് ബാങ്ക്, SBI, ആക്സിസ് ബാങ്ക്, IDFC ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ ഒട്ടുമിക്ക മുൻനിര ബാങ്കുകളിലും ഇത് ലഭ്യമാണ്. കൂടാതെ പേടിഎം, എയർടെൽ വാലറ്റ്, RTO, കോമൺ സർവീസ് സെന്റർ, പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. ഇതിനായി നമ്മൾ എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടത്? വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, KYC ഡോക്യുമെന്റ് അതായത് ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, പാൻ കാർഡ് ഇവയിലേതെങ്കിലും ഒന്ന് നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ്. 100 രൂപയാണ് ഫാസ്ടാഗിന്റെ വില. 200 രൂപയുടെ തിരിച്ചു കിട്ടുന്ന നിക്ഷേപം, വാലറ്റിൽ 200 രൂപ എന്നിങ്ങനെയായി ആകെ 500 രൂപയാണ് ആദ്യം മുടക്കേണ്ടത്. ഓൺലൈൻ ബാങ്കിംഗ് വഴിയും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വഴിയും അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാം. ഒരിക്കൽ ഒരു വാഹന ഉടമ ഒരു ഫാസ്ടാഗ് സ്വന്തമാക്കി കഴിഞ്ഞാൽ ആ ഉടമ അവരുടെ വാഹനത്തിന്റെ വിശദാംശങ്ങൾ മൈ ഫാസ്ടാഗ് മൊബൈൽ ആപ്പിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒരു ഫാസ്ടാഗിന് 5 വർഷത്തെ വാലിഡിറ്റി അഥവാ സാധുതയാണ് ഉള്ളത്. ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. മോട്ടോർ വാഹനങ്ങളുടെ മുമ്പിലുള്ള ചില്ലിലാണ് ഫാസ്ടാഗ് ഘടിപ്പിക്കേണ്ടത്. ഇത് ഘടിപ്പിച്ച വാഹനങ്ങൾ ടോൾ പ്ലാസയിലെ ഫാസ്ടാഗ് വരിയിലൂടെയാണ് പ്രവേശിക്കേണ്ടത്. ഇങ്ങനെ കടന്നു പോകുന്നതോടെ ടോൾ നിരക്കിന് തുല്യമായ തുക വാഹന ഉടമയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായി പിൻവലിക്കപ്പെടും. ഇക്കാര്യം SMS അലേർട്ടായി ലഭിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഫാസ്ടാഗിനെ കുറിച്ച് ഇതിൽ കൂടുതൽ അറിയാവുന്ന ആളുകൾ ദയവായി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാനും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.